എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനും സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര ഒരു വിഷമം സംഭവിച്ചു. എൻ്റെ ട്രൈപോഡ് സംഭവം കേടായി. ഈ സ്വിച്ച് ഇത് അങ്ങോട്ട് ഊരിപ്പോന്നു ഉണ്ടാ. കാരണം ഇതിൽ ബൾബ് കത്തണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊക്കെ തിരിക്കും. അങ്ങനെ തിരിച്ചിട്ടാണ് ഇത്രയും നാളും അത് വെളിച്ചം കണ്ടത് കേട്ടോ. ഒരു സമയത്ത് എന്തുണ്ടായെന്നറിയോ? പിരിച്ച് ഇത് കൈ പിടിച്ചു. പിരിച്ച് ഇത് കയ്യിലേക്ക് പോന്നു. കാരണം ഇതിൻ്റെ ചെമ്പ് തകിടുകൾ എന്ന് പറഞ്ഞാൽ ഈ നാരെന്ന് പറഞ്ഞാൽ വളരെ ലോലമാണ്. അതിൽ കുറേ ഇട്ട് പിരിക്കുമ്പോൾ പിന്നെ അത് പൊട്ടിപ്പോരാതിരിക്കുമോ? അങ്ങനെയൊരു വിഷമം സംഭവിച്ചു. ഇനി എന്നെങ്കിലും ഒരെണ്ണം വാങ്ങണം. ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ചിട്ടാണ് ഈ സാധനം എനിക്ക് കിട്ടിയട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ പറ്റിയില്ല. വീണ്ടും അത് കേടായിപ്പോയി. ഇനി ഒരെണ്ണം എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വേണം ഇത്തിരി തെളിച്ചുള്ള വീഡിയോസ് എടുക്കാനായിട്ട്. പിന്നെ മഴ. നാളെ ഞങ്ങളുടെ കളക്ടർ അവധി തന്നിട്ടുണ്ട്. ആർക്കൊക്കെയാണ് എന്നുള്ള കാര്യം അറിയത്തില്ല. അംഗൻവാടിക്ക് അവധി ഉണ്ട്, പക്ഷേ പ്രവർത്തകർ സെൻറ്ററിൽ പോയിരിക്കാൻ പറയും. കാരണം എന്തെങ്കിലും ദുരിത പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഓടിച്ചെല്ലാൻ വേണ്ടി. അതുകൊണ്ട് നാളെ ചിലപ്പോൾ ഞങ്ങൾക്ക് വർക്കിംഗ് ഡേ ആവും. അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥർക്ക് കനിവുണ്ടായാൽ ടീച്ചർമാരും വീട്ടിൽ ഇരുന്നോളാൻ പറയും. അങ്ങനെയാണെങ്കിൽ വീട്ടിലിരിക്കും. അങ്ങനെ പറ്റുകയാണെങ്കിൽ പിന്നെ ഒരു ലൈവൊക്കെ പോകും. ഈ ട്രൈപോഡ് പോയതിലൊരു വിഷമം. അതുണ്ടായിരുന്നെങ്കിൽ ഒരു സമാധാനമായിരുന്നു. കാരണം അത്രയ്ക്ക് തെളിച്ചമുള്ളതാണ് നമ്മുടെ മുഖേ. ഇതിൻ്റെ വട്ടത്തിലാണ് ഒന്ന് തിളങ്ങിക്കൊണ്ടിരുന്നത്, അല്പമെങ്കിലും. അത് ഇല്ലാണ്ടായി. പിന്നെ എന്താ, ഞങ്ങളുടെ മരോട്ടിച്ചാലിൽ ആകെ പ്രശ്നം കേട്ടോ. താഴ്ന്ന പ്രദേശത്ത് മൊത്തം വെള്ളം കയറി. ഒരു പാലാണെങ്കിൽ ഒരു 10-50 വർഷം പഴക്കമില്ല അതിന്. ഒരു 45 വർഷമൊക്കെ പഴക്കമുള്ളൂ. പക്ഷെ അത് ആകെ പോയ ഒരവസ്ഥയായിരുന്നു. അധികം വീതി കുറഞ്ഞൊരു പാലാണ്. അത്യാവശ്യം കഷ്ടി 2 വണ്ടികൾ അങ്ങോട്ടും പാസ് ചെയ്യാം. അതിൻ്റെ തൊട്ട് ചേർന്നിട്ട് ടാറിങ് റോഡ് അങ്ങോട്ട് ഇടിഞ്ഞ് തോട്ടിലേക്ക് പോയി. അത് 1 മാസം ആയി അങ്ങനെ ഒരു സംഭവം നടന്നിട്ട്. അത് കഴിഞ്ഞിട്ടിപ്പോൾ വെള്ളം കയറി. പാലത്തേക്കടെ തൊട്ടില്ല. പാലം കവിഞ്ഞ് റോഡിലേക്ക് വെള്ളം കയറാറുണ്ട് കുറേ വർഷമൊക്കെ മുമ്പ്. ഇത്തവണ അവിടെ വെള്ളം പാലത്തിന് മുകളിൽ കയറിയില്ല. പകരം അപ്പോൾ ഈ വഴി കൂടാതെ UP സ്കൂളിലേക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അത് ഈ ടാറിങ് റോഡിൽ തന്നെ നേരെ സ്കൂളിൻ്റെ ഫ്രണ്ടിലേക്കാണ്. അത് അവിടെയൊക്കെ പണ്ട് പാടങ്ങളായിരുന്നു. ഈ പാടമൊക്കെ നിരത്തിയിട്ട് ആൾക്കാർ വീടുകളും കൃഷിയിടങ്ങളും തെങ്ങ് പോലെ കമുക് പോലെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് നിറയെ വീടുകൾ ഒക്കെ ആയി. അങ്ങനെ വന്നപ്പോൾ വീണ്ടും വെള്ളപ്പൊക്കം. ഇപ്പോൾ അന്ന് അതിലൊന്നും നടക്കാൻ പാടില്ലായിരുന്നു. അത്ര വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവും. നമ്മളിവിടുന്ന് ഈ വിവരം അറിയാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി പോകണമെങ്കിൽ 2-2.5 കിലോമീറ്റർ അങ്ങോട്ട് പോകണേ. അത് കാരണം അത്ര റിസ്ക് എടുത്തില്ല. എന്തായാലും മൊബൈലൊക്കെ കണ്ടു, വീഡിയോയിലൊക്കെ കണ്ടു, ആൾക്കാർ സ്റ്റാറ്റസ് ഇട്ടതൊക്കെ കണ്ടു. അങ്ങനെയൊക്കെ കണ്ടു. ഇറങ്ങിപ്പോയൊന്നുമില്ല. പിന്നെ നാളെ പൊതു അവധി വന്നിട്ടുണ്ട്. മഴ കുറയില്ലായിരിക്കുമോ? എന്ത് ആയിരിക്കും ദൈവത്തിൻ്റെ തീരുമാനം എന്നറിയത്തില്ല. പ്രളയമൊക്കെ വരാതിരുന്നാൽ മതിയായിരുന്നു. ഇന്ന് ചേച്ചിയുടെ മോളൊക്കെ ജോലിക്ക് പോയിട്ട് ആങ്ങളുടെ ഓട്ടോറിക്ഷയിൽ കയറിയിട്ടാണ് പോണതേ. അപ്പോൾ ഇവിടുന്ന് പുത്തൂർ മറ്റേ സുവോളജിക്കൽ പാർക്കിൻ്റെ ആ പരിസരത്ത് എത്തിയപ്പോഴത്തേക്കും ഓട്ടോറിക്ഷയ്ക്ക് ഉള്ളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി. പിന്നെ 2 കൂട്ടരും, ആങ്ങളെയും ഒരു കമ്പനിയിൽ ജോലിക്ക് പോണതാണ്, ചേച്ചിയുടെ മോളും അതെ. 2 പേരും തിരിച്ചു പോന്നു. 2 പേരും ആർക്കും അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റാത്ത പോലെ വെള്ളപ്പൊക്കമായി. പിന്നെ അതൊക്കെയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ. ഈ താഴ്ന്ന സ്ഥലങ്ങളിലൊക്കെ ചിലയിടങ്ങളിൽ വെള്ളം കയറുക എന്നുള്ളത്. പുത്തൂർ തൊട്ടടുത്ത് വലിയ തോടുണ്ട്. തോടെന്നാണ് പറയുക, പക്ഷെ ഒരു പുഴയുടെ പോലെയാണ്. അവിടെ വെള്ളം നിറഞ്ഞപ്പോൾ റോഡിലേക്കും കയറി. അങ്ങനെ ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് തൊട്ടൊരു തോർച്ചയൊക്കെ കാണാനുണ്ട്. രാത്രിയിൽ എന്താക്കുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ. നാളെ അംഗൻവാടി പോകണോ വേണ്ടയോ അറിയില്ല. പോയാൽ നല്ലതാണ്.
കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ 4 മാസം ലീവിലായിരുന്നു. കഴിഞ്ഞ മാസം കയറിയപ്പോൾ ആകെ തലക്കറില്ലേ, അത്ര ജോലിഭാരമാണ്. നല്ല ജോലിയാണ്. ഞങ്ങൾക്ക് സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിസ്സാര പൈസ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ഈ പൈസ ഇതേക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിയാവും. അത് കാരണം ഞാൻ പറയുന്നില്ല, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. ഒരു മാസത്തെ ശമ്പളം എന്ന് പറയുന്നത് നമ്മുടെ കൈ കിട്ടുന്നത് 12,500 രൂപയാണ്. അത് 3 ഗഡുക്കളായിട്ടാണ് കിട്ടുക. ഒറ്റ ഗഡുവെന്ന് 3 തവണയായിട്ട് ഇങ്ങോട്ട് തരും. അത് കഴിഞ്ഞിട്ട് അതാണ് അവസ്ഥ. പക്ഷേ നല്ല വർക്ക് ഭാരം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ പാർട്ടികൾ, INTUC, CITU അങ്ങനെയുള്ള പാർട്ടികളൊക്കെ ഇപ്പോൾ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു തീരുമാനമാകും എന്നൊക്കെ വിചാരിക്കുന്നു. കാരണം അത്ര കണ്ട് ജോലിയുണ്ട്. ഭയങ്കര കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര. ഈ കമ്പ്യൂട്ടറൊന്നും അറിയില്ലാത്ത ഞങ്ങളെ കമ്പ്യൂട്ടർ വർക്കുകളാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊബൈലിൽ ഈ ഗർഭിണികളുടെ ധനസഹായത്തിനുള്ള അപേക്ഷ കയറ്റുക, പിന്നെ ഒരു EKYC, ഒരു FRS ഒക്കെ ഉണ്ട്. കേന്ദ്രത്തിൻ്റെ ആണതൊക്കെ. നമ്മളൊന്നും ഇവിടെയൊന്നും പറഞ്ഞിട്ട്, ഇവരോടൊന്നും പറഞ്ഞിട്ട്, നമ്മുടെ മേലുദ്യോഗസ്ഥരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് മുകളിൽ നിന്നുള്ള ഒരു തീരുമാനങ്ങളും നടപടികളും നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ വെച്ച് തരും. അതന്നെ രസം. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ തന്നെ അറിയാതെ ഇങ്ങനെ. ഞാൻ പണ്ടൊരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ 2 വരി മൂളാട്ടം. അതുപോലെയാണിത്. ഞാൻ പോലും അറിയാതെ എൻ ചുമലിൽ വന്നൊരി ഭാരത്തെയോർത്തു ഞാൻ തേങ്ങിടുന്നു. ആവില്ലെനിക്കിനി മുന്നോട്ടു പോകുവാൻ, കാലുകളത്രയും കുഴഞ്ഞു പോയി. അതാണിപ്പോൾ ഞങ്ങളുടെ ജോലിയുടെ അവസ്ഥ. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾക്ക് കൈകളിലും കൂടെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആഞ്ഞു പിടിക്കും. എല്ലാം അതിൻ്റെതായ രീതിയിൽ ഇപ്പോഴും പോകുന്നില്ല എന്നല്ല പറയുന്നത്, പക്ഷെ ഭയങ്കര ഒരു മടുപ്പ് അനുഭവപ്പെടുന്നു. അതാണിപ്പോൾ ഇത്. മറ്റേ ചെയ്യുന്ന പണിക്കനുസരിച്ച് വേതനം കിട്ടുകയാണെങ്കിൽ നല്ല സന്തോഷത്തോടു കൂടിയിട്ട് ജോലി ചെയ്യും. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മടി കാണിക്കരുത്. നമുക്ക് ഒന്നിച്ച് അങ്ങ് പോവാം. മറ്റൊരു വീഡിയോ കേട്ടോ.